ഇന്ന് കർഷക ദിനം. എന്നാൽ തുടർച്ചയായ രണ്ടാം വർഷവും കർഷക ദിനം കരിദിനമായി ആചരിക്കുകയാണ് പാലക്കാട്ടെ നെൽകർഷകർ. സർക്കാർ നെല്ലിന്റെ സംഭരണ വില നൽകാത്തതിലും വർദ്ധിപ്പിക്കാത്തതിലും ഉൾപ്പെടെ പ്രതിഷേധിച്ചാണ് കർഷകർ കരിദിനം ആചരിക്കുന്നത്. കളക്ടറേറ്റിന് മുന്നിലും സപ്ലൈകോ ഓഫീസുകൾക്ക് മുമ്പിലും ഉൾപ്പെടെയാണ് ഇന്ന് കർഷകരുടെ പ്രതിഷേധം നടക്കുന്നത്. പാലക്കാട് കൊല്ലങ്കോട്ടുള്ള ഒരു പറ്റം കർഷകരോടൊപ്പം കർഷക ദിനത്തിൽ അരുൺ ആലത്തൂർ ചേരുന്നു. ചിങ്ങപ്പുലരിയിൽ പാലക്കാട്ടെ വയലുകളിൽ നെൽക്കതിരുകൾ ഇടുന്ന കാലമാണ്. വയലുകളിലൊക്കെ കതിരിടുന്ന ഒരു കാലമാണ്. ഏതായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു കാലത്ത്. പ്രത്യേകിച്ച് മികച്ച വിളവ് ഉൾപ്പെടെ ലഭിക്കും എന്നുള്ളതാണ്. കൃഷിപ്പണികളൊക്കെ ഏതുവരെ എത്തിയിരിക്കുന്നത്? കൃഷിപ്പണി ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞാൽ കൊയ്യാറായിട്ടുണ്ട്. കൊയ്യാറായിട്ടും ഇപ്പോൾ സപ്ലൈകോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല, രജിസ്ട്രേഷൻ നടപടി ആയിട്ടില്ല. അതുപോലെ തന്നെ പഴയ പൈസ നെല്ലളന്നെന്ന് പോലും കിട്ടിയിട്ടില്ല. വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടാണ് കർഷകരിന്ന് സ്വർണം പണയം വെച്ചും അതുപോലെ പലിശക്കാരിൽ നിന്നും പണം വാങ്ങിയിട്ട് കൃഷി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് കൊയ്ത്താകുമ്പോൾ ഇപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സപ്ലൈകോയുടെ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളോ അതിന് മില്ലിൻ്റെ കാര്യത്തിലോ അതിൻ്റെ ഒരു തീരുമാനമോ അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിലോ ഇപ്പോൾ കേന്ദ്രം 1.17 വർദ്ധിപ്പിച്ചു, കേരളം പഴയതേ തന്നിട്ടില്ല, കമ്മിയാക്കി കൊണ്ടുവരുന്നു. അതുകൊണ്ട് 9 രൂപ 52 പൈസ ഇപ്പോൾ നിലവിൽ കമ്മിയാക്കി നമുക്ക് കിട്ടാനുണ്ട്. ആ പൈസ കിട്ടണം. അതുപോലെ തന്നെ ചുമട്ടുകൂലിയുടെ കാര്യത്തിൽ 45 കോടി രൂപയോളം ഹൈക്കോടതി പറഞ്ഞത് പ്രകാരം സപ്ലൈകോ കൊടുക്കണം. കർഷകരിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അത് പ്രകാരം നടപ്പിലാക്കണം. അതുപോലെ തന്നെ വന്യമൃഗത്തിന് മതിയായ രീതിയിൽ ഒരു തെങ്ങ് നശിപ്പിച്ചു പറഞ്ഞാൽ 750 രൂപ കിട്ടുന്ന സംവിധാനമേ ഉള്ളൂ. അത് 25,000 രൂപയെങ്കിലും ആയി വർദ്ധിപ്പിക്കണം. മാവിൻ്റെ കാര്യത്തിലും അത്തരത്തിലുള്ള ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്മല ഓരത്ത് ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ചിങ്ങം 1-ാം തീയതി കിട്ടാത്ത പൈസയും ഇനിയുള്ള ഒരു തീരുമാനം സപ്ലൈകോ ഉണ്ടാക്കാത്തത് കൊണ്ടുമാണ് ഇന്ന് കരിദിനമായി ആചരിച്ചുകൊണ്ട് 5 ദിവസം പാലക്കാട് ടൗണിൽ റിലേ സത്യാഗ്രഹം നടത്തുകയാണ്. അതായത് കർഷകർ ഈ ചിങ്ങപ്പുലരിയിലും ശക്തമായ സമരത്തിലേക്ക് കടക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള 2ാമത്തെ വർഷവും ഈ കർഷക ദിനത്തെ കരിദിനമായി ആചരിക്കുകയാണല്ലേ? കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാടും എല്ലാ ഭാഗത്തും കൃഷിഭവനുകളിലും എല്ലാം കർഷകർ പ്രതിഷേധിച്ചുകൊണ്ട് ഗവൺമെൻറ് അതിൽ തുച്ഛമായ ചില ആൾക്കാരെ വെച്ചുകൊണ്ട് പരിപാടി നടത്തുന്നുണ്ട് എങ്കിലും കർഷകർ പരിപൂർണമായിട്ടും പാടശേഖര സമിതികൾ ഇതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സമരരംഗത്താണ്. ഈ താങ്ങുവില പലപ്പോഴും കേന്ദ്രം കൂട്ടുമ്പോൾ കേരളം നൽകാത്തതും ഒപ്പം തന്നെ 2ാം വിള സംഭരിച്ചതിൻ്റെ തുക ഉൾപ്പെടെ ലഭിക്കാത്തതിനെതിരെ തന്നെയാണ് ഈ പ്രതിഷേധം. അതായത് കേന്ദ്രം ഓരോ കാലങ്ങളിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് കേരള സർക്കാർ തരുന്ന ഇൻസെൻറ്റീവ് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിയായ നടപടിയല്ല. 8 രൂപ 80 പൈസ ആണ് തന്നുകൊണ്ടിരുന്നത്. കേരള സർക്കാർ തരുന്നത് ഇൻസെൻറ്റീവാണ്, പ്രോത്സാഹനമാണ്, കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ 8.80 തന്നുകൊണ്ടിരുന്നത് ഒരു മാനദണ്ഡമില്ലാതെ പിന്നെ അതിപ്പോൾ 6.37 തരുന്നത്. യഥാർത്ഥത്തിൽ കർഷകന് കിട്ടേണ്ടത് 8 രൂപ 80 പൈസ തന്നുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ് 52 പൈസ കൂടി ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു വന്ന്. അത് തന്നില്ല. അതിനുശേഷം ഇന്നത്തെ ധനകാര്യമന്ത്രി ബാലഗോപാൽ 20 പൈസ കൂടി വർദ്ധിപ്പിച്ചു, അതും തന്നില്ല. ഇത് രണ്ടും ചേർത്താൽ 9 രൂപ 52 പൈസ കിട്ടേണ്ട സ്ഥാനത്താണ് 6 രൂപ 37 പൈസയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് 3 രൂപ 15 പൈസയുടെ കുറവുണ്ട്. 3 രൂപ 15 പൈസ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു ലോഡ് നെല്ലിന് 31,500 രൂപയാണ് കർഷകന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ അർഹതപ്പെട്ടതാണ്, പ്രഖ്യാപിച്ചതാണ്, ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. കർഷകന് തീർച്ചയായിട്ടും അത് കിട്ടേണ്ടതാണ്. അത് തരുന്നില്ല. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പൈസ തരാത്തത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. അത് കർഷകന് പിന്നെ എന്തിനാണ് അത് പ്രഖ്യാപിച്ചത് തരണ്ടേ? മറ്റ് എല്ലാ മേഖലയിലും ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള പൈസകൾ കൊടുത്തില്ലെങ്കിൽ അവർ ഭയങ്കര സമരമുഖത്ത് വരുമല്ലോ. ഡൽഹിയിൽ ഉൾപ്പെടെ കർഷക സമരത്തിനൊപ്പം ആണെന്നൊക്കെ പറയുന്ന സർക്കാർ നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുകയാണ്. കർഷക സമരത്തിന് ന്യായം പറയുന്ന ആളുകൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അത് പിന്നെ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ താങ്ങുവില എന്ന് പറയുന്നത് പോരാ. ഇപ്പം 21 രൂപ 83 പൈസയ്ക്കാണ് നെല്ല് സംഭരിച്ചത് കഴിഞ്ഞ സീസണിൽ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോ 2183 റുപ്യക്കാണ് ഒരു കിലോ നെല്ല് സംഭരിച്ചത്. അപ്പോൾ സപ്ലൈകോ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് 68 കിലോ അരി കൊടുക്കുന്നുണ്ട്. 68 കിലോ അരിക്ക് ഇപ്പോൾ പാലക്കാടൻ മട്ട ഇന്നിപ്പോൾ 50 രൂപയിൽ കൂടുതലുണ്ട്. അങ്ങനെ വരുമ്പോൾ 68 കിലോ അരിക്ക് 3,400 രൂപയായി. 3,400 രൂപ മൂല്യമുള്ള അരിയുടെ നെല്ലിനെയാണ് 2,183 റുപ്യക്ക് പിന്നെ സംഭരിക്കുക എന്ന് പറയുമ്പോൾ 1,217 രൂപയുടെ മാർജിനാണ് ഒരു കിൻഡൽ നെല്ലിൽ വന്നിട്ടുള്ളത്. ഇത് ഒരു ലോഡ് നെല്ലിൽ 1,21,700 രൂപയുടെ പിന്നെ നഷ്ടമാണ്
പിന്നെ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് വലിയ നഷ്ടമാണ്. ഈ 31,500 രൂപയും ഈ മറ്റേ ഈ 68 കിലോ അരിയുടെ മൂല്യത്തിനനുസരിച്ചുള്ള വിലയും കൂടി കണക്കാക്കിയാൽ ഒരു 10 ഏക്കർ നെൽകൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഏകദേശം ഒരു 6-6.25 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രത്യക്ഷത്തിലുണ്ടായിട്ടുള്ളത്. ഒരു താങ്ങുവില സമ്പ്രദായം എന്ന് പറയുമ്പോൾ പൊതുമാർക്കറ്റിൽ എന്താണോ വില അത് കമ്മിയാകുമ്പോഴാണ് സർക്കാർ ഇടപെടലുണ്ടാവുക. അപ്പോൾ പൊതുമാർക്കറ്റിൽ എന്ത് വിലയാണോ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം വില കൂട്ടിയിട്ട് വേണം പിന്നെ താങ്ങുവില പ്രഖ്യാപിക്കാൻ. അത് ഉണ്ടാവുന്നില്ല. കർഷകന് അർഹതപ്പെട്ട കർഷകന്റെ വേർപ്പിന്റെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള വിലയാണ് കർഷകർക്ക് ആവശ്യം. അതിനുവേണ്ടിയാണ് സമരം. സംഭരിച്ച നെല്ലിന്റെ തുക കൃത്യമായി കിട്ടാത്തൊരു പ്രശ്നമുണ്ട് അല്ലേ? കഴിഞ്ഞ രണ്ടാം വിളയുടെ സംഭരിച്ച നെല്ലിന്റെ വില കിട്ടലില്ലല്ലോ. കിട്ടുകയാണെങ്കിൽ തന്നെ അത് ലോണായിട്ടാണല്ലോ. ലോണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ലോൺ എടുത്താലും നെല്ലിന് പൈസ എടുത്താലും രണ്ടും ഒന്നായിട്ടാണ് പിന്നെ ബാങ്കുകാർ കണക്കാക്കുന്നത്. ഞങ്ങളുടെ സിവിൽ സ്കോർ, കർഷകരെ സിവിൽ സ്കോർ നോക്കി പറഞ്ഞാൽ വളരെ താഴെയാണ്. മറ്റൊരു വീട് വെക്കാനോ എന്തിനെങ്കിലും ലോണിന് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടുന്നില്ല. കർഷകനാണ് നാട്ടിൻ്റെ നട്ടല് എന്ന് പറയുകയാണെങ്കിൽ ഒരു കർഷകനും ഒരു ഹൗസിംഗ് ലോണ് ഒരു ബാങ്കുകാരനും കൊടുത്തിട്ടില്ല. അതെന്താ കാരണം? ഈ നെല്ലിൻ്റെ വില തരുന്നത് ലോണായിട്ടാണ്. 1 വർഷവും 2 വർഷവും അത് സർക്കാർ സമയം വൈകിക്കുമ്പോൾ ഞങ്ങളുടെ സിവിൽ സ്കോറിനെയാണ് ബാധിക്കുന്നത്. അടുത്തിടെ 3 കർഷകർ ആത്മഹത്യ ചെയ്തിരുന്നു പാലക്കാട്. അടുത്തിടെ 3 കർഷകരെ ഇനി എത്ര പേര് ചെയ്യുന്നുള്ളത് കണ്ടറിയണം. കാരണം വന്യമൃഗത്തിൻ്റെ ശല്യം കൊണ്ട് മലയോരത്തൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ജീവിക്കാൻ തന്നെ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റുകാരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഫോറസ്റ്റുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ തോട്ടത്തിൽ 7 തെങ്ങ് തള്ളിയിരുന്നത്. 7 തെങ്ങ് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെങ്ങിന് 750 രൂപയാണ് തരുന്നത്. ഒരു തെങ്ങിൻ്റെ വീൽഡ് സർക്കാർ പറയുന്നത് തന്നെ 100 തേങ്ങയാണ് ഒരു വർഷം കിട്ടുന്നുള്ളതാണ് പറയുന്നത്. ആ 100 തേങ്ങയിൽ കുറയുന്ന തെങ്ങുകൾ നിർത്തേണ്ട, അതിനെ പൊഴുതു മാറ്റി വേറെ തെങ്ങ് വയ്ക്കാനാണ് പറയുന്നത്. ആന തള്ളിയിട്ടതാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം 60 വർഷത്തെ വരുമാനമാണ് ഞങ്ങളിപ്പോൾ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുന്നത്. ആ 60 വർഷത്തെ കണക്ക് പറയുകയാണ് പറഞ്ഞാൽ ഒരു തെങ്ങിന് മിനിമം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ടവർ ലൈൻ വന്ന സമയത്ത് 20,000 രൂപയാണ് ഒരു തെങ്ങ് നഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ടവർ ലൈൻകാർ കൊടുത്ത് 20,000 രൂപയാണ്. ആ 20,000 രൂപയുടെ സ്ഥാനത്താണ് ഇന്ന് സർക്കാർ ഫോറസ്റ്റിൽ നിന്ന് ലഭിക്കുന്നത് 750 രൂപ. 750 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെങ്ങ് നഷ്ടപ്പെട്ട ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു തെങ്ങിൻ തൈ വാങ്ങിയിട്ട് നടാൻ പോലും തികയാത്ത ഒരു സംഖ്യയാണ് ഇന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് എല്ലാ നിലയിലും കൃഷിക്കാരെ ചവിട്ടി മെതിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഈ സാഹചര്യം വെച്ചിട്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്യാനോ ആ കൃഷിയിൽ നിന്ന് ജീവിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിലാണ് ഈ സമരം. അത് തന്നെയാണ്. ഏതായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിലയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. പാലക്കാട് ജില്ലയിലാണ് അടുത്തിടെ 3 കർഷകർ ആത്മഹത്യ ചെയ്തത്. ഈ പശ്ചാത്തലത്തിൽ കൂടെ തന്നെയാണ് പാലക്കാട്ടെ നെൽകർഷകർ കർഷക ദിനം കരിദിനമായി ആചരിക്കുന്നത്. ഇന്ന് പാലക്കാട് കളക്ടറേറ്റിന് മുൻപിലും അതുപോലെ തന്നെ സപ്ലൈകോ ഓഫീസിന് മുന്നിലും ഉൾപ്പെടെ കർഷക സംഘടനകൾ പ്രതിഷേധിക്കുന്നുണ്ട്. കർഷക സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഇത്തരത്തിലുള്ള കരിദിനമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ സംഭരിച്ച നെല്ലിൻ്റെ തുക 50 കോടിയോളം രൂപ രണ്ടാം വിള നെല്ല് സംഭരിച്ച ഇനത്തിൽ സംസ്ഥാന സർക്കാർ ഈ കർഷകർക്ക് നൽകാനുണ്ട്. അത് ഇതുവരെയും നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ഉൽപ്പാദന ബോണസ് ആണെങ്കിലും ഉഴവ് കൂലിയാണെങ്കിലും അങ്ങനെ വിവിധങ്ങളായ കർഷകരുടെ ആനുകൂല്യങ്ങളും മറ്റും ഒന്നും കൃത്യമായി നൽകുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ യാതൊരു തരത്തിലും ഈ കൃഷിയുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷിഭവനുകളിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടികൾ അത് പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ട് ഈ ഒരു ദിവസത്തെ കരിദിനമായി ആചരിക്കുകയാണ് പാലക്കാട്ടെ നെൽകർഷകർ.